ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സങ്കേതങ്ങളിലെ ആനകളുടെ കണക്കെടുപ്പ് തുടങ്ങി. കേരളം, തമിഴ്നാട്, തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങളിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സർവേ നടക്കുക. വനമേഖലകളിലെ ആനസങ്കേതങ്ങൾ വ്യത്യസ്ത ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ്. കേരളത്തിൽ 610 ബ്ലോക്കുകളുണ്ട്. പെരിയാർ ഉൾപ്പെടുന്ന ലാൻഡ്സ്കേപ്പിൽ 280 ബ്ലോക്കുകളാണ്. പെരിയാർ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം വൈൽഡ് ലൈഫ്, പിന്നെ പുനലൂർ, ചെന്തൂരിന്, പെപ്പാറ, നെയ്യാറ്, അതുപോലെ പിന്നെ കോട്ടയം ഡിവിഷൻ, മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ, ഇത്രയും വരുന്ന ഫോറസ്റ്റ് ഡിവിഷനിലാണ് ഈ 210 ബ്ലോക്കുകൾ വ്യാപിച്ചു കിടക്കുന്നത്. പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ 3 സംഘങ്ങളായാണ് കണക്കെടുപ്പ്. തമിഴ്നാട്ടിലെ സത്യമംഗലം ടൈഗർ റിസർവിൽ കണക്കെടുപ്പിനായി 300-ലേറെ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. കൊമ്പൻ, പിടിയാന, ആനക്കുട്ടികൾ ഇങ്ങനെയാണ് കണക്ക്. നേരിട്ട് കാണുന്ന ആനകളുടെ കണക്കെടുപ്പാണ് ആദ്യ ദിവസം. പിന്നീട് ആനപ്പിണ്ടം, ജലസ്രോതസ്, ആനത്താരകൾ ഇവ കേന്ദ്രീകരിച്ച് കണക്കെടുപ്പ്. ആദ്യത്തെ ദിവസം നമ്മൾ ഈ ബ്ലോക്കുകളിൽ നടന്ന് നേരിട്ട് കാണുന്ന ആനകളുടെ എണ്ണം എടുക്കുന്നു. അതിൽ ആൺ എത്രയാണ്, പെണ്ണ് എത്രയാണ്, കുട്ടികൾ എത്രയാണ്, അങ്ങനെയുള്ള കണക്കാണ് ആദ്യം എടുക്കുന്നത്. സെക്കൻഡ് ഡേയിൽ നമ്മൾ ട്രാൻസിറ്റ് വാക്ക് നടത്തുന്നു. 1.5 കിലോമീറ്റർ ട്രാൻസിറ്റ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൽ കാണപ്പെടുന്ന എലഫൻറ്റ് ഡങ് അത് എത്ര എണ്ണമുണ്ട്, അതിൻ്റെ പഴക്കം എത്രയുണ്ട്, ഈ ട്രാൻസിറ്റിൽ നിന്ന് എത്ര ദൂരത്തിലാണ് കാണുന്നത്, അതിൻ്റെ ആംഗിൾസ് എത്ര ആംഗിൾ മാറിയിട്ടാണ് കിടക്കുന്നത്, അങ്ങനെയുള്ള ഡാറ്റാസ് നമ്മൾ എടുക്കും. 3-ാമത്തെ ദിവസം നമ്മൾ വാട്ടർഫോൾ ബേസ് ചെയ്തിട്ടുള്ള കണക്കെടുപ്പാണ് നടത്തുന്നത്. വാട്ടർഫോളിൽ വരുന്ന ആനകളുടെ എണ്ണമാണ് എടുക്കുന്നത്. കേരളത്തിൽ മുൻവർഷങ്ങളിലും സമാനമായ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനങ്ങൾ സംയുക്തമായി ആനകളുടെ കണക്കെടുക്കുന്നത് ഇതാദ്യം. തേക്കടിയിലെ പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് 24.